أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിൻ്റെ 73ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ റജബ് മാസം ഈ വർഷത്തേത് നമ്മളോട് യാത്ര പറഞ്ഞു. ഈ റജബിലും നമുക്ക് വിശുദ്ധ ഖുർആനിനു വേണ്ടി ഇരിക്കാനും കേൾക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്നു. നമ്മളെല്ലാവരും ഇപ്പോൾ ശഅബാൻ മാസത്തിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ശഅബാനു ശഹ്രി, ശഅബാൻ എൻ്റെ മാസമാണെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയ ആ ശഅബാനിൽ തൊട്ടു മുന്നിൽ സയ്യിദുശ്ശുഹൂർ ആകുന്ന വിശുദ്ധ റമളാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, റജബിലും ശഅബാനിലും അല്ലാഹുവേ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് വിശ്വാസികളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം, പരിശുദ്ധ ശഅബാനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അഅ്മാലു സ്വാലിഹാത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടൊക്കെ വിശുദ്ധ റമളാനിനെ സ്വാഗതം ചെയ്യേണ്ട മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാനിനെ ആദരിക്കുക വഴി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തവും അതുവഴി അല്ലാഹുവിലേക്ക് കൂടുതൽ സാമീപ്യവും കരഗതമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധ ഖുർആനിൻ്റെ തജ്വീദ് പഠനത്തിൽ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് അക്ഷരങ്ങളുടെ മഖ്റജുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 6 അക്ഷരങ്ങളുടെ മഖ്റജുകളാണ് അന്ന് നമ്മൾ പഠിച്ചത്. അതായത് തൊണ്ട, ഹൽഖ്, ഇതിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങൾ അല്ലേ. ഹൽഖിൻ്റെ താഴെ അറ്റത്തു നിന്ന് ഹംസും ഹഉം, മധ്യഭാഗത്തു നിന്ന് ഐനും ഹഉം, മുകളിൽ നിന്ന് ഖാഉം ഖൈനും, ഇങ്ങനെ 6 അക്ഷരങ്ങൾ ഹൽഖുമായി ബന്ധപ്പെട്ട്, തൊണ്ടയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പിക്ചറുകളും നമ്മൾ കണ്ടു, വിശദമായി നമ്മൾ കണ്ടു. നോക്കിയേ, ജസ്റ്റ് ഒന്നുകൂടെ. ഹൽഖിൻ്റെ താഴെ, മദ്യം, മുകൾ എന്നൊക്കെ പറയുമ്പോൾ കാണുന്ന ഈ ആരോ മാർക്ക് കൊടുത്ത് നോക്കിയേ. ഏറ്റവും താഴെയുള്ളത്, ആ ആരോ മാർക്ക് കൊടുത്തത് ഹംസിൻ്റെയും ഹാഇൻ്റെയും മഖ്റജ്. നേരെ മുകളിലുള്ളത് ഐൻ ഹ, ഏറ്റവും മുകളിലുള്ളത് ഖാ ഖൈൻ. ഈ 6 അക്ഷരങ്ങളുടെ മഖ്റജാണ് നമ്മൾ പഠിച്ചത്. മഖ്റജുമായി ശ്രദ്ധിക്കണേ, മഖ്റജുമായി ബന്ധപ്പെട്ട്
നമ്മൾ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ അക്ഷരങ്ങളുടെ ഉച്ചാരണം അതേ മഖ്റജിൽ നിന്നു തന്നെയാണെന്ന് അറിയുന്ന ഒരാൾ കേട്ടുറപ്പ് വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ പിക്ചർ അതിൻ്റെ ഫോട്ടോയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുമ്പോൾ അതിനാൽ ഒരുപാട് ലിമിറ്റുകളുണ്ടാകും, പരിധികളുണ്ടാകും. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടുന്ന് കാണിക്കുന്ന ഈ പിക്ചറുകൾ, ഈ ഫോട്ടോകൾ ഒന്ന് കാണുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നത് മാത്രമേ ഈ ഫോട്ടോ കാണിച്ചു തരുന്നതിലൂടെ സാധ്യമാവുകയുള്ളൂ. അല്ലേ? തൊണ്ടയുടെ താഴെയറ്റം, മേലെയറ്റം, മധ്യഭാഗം എന്നൊക്കെ പറഞ്ഞ് ആരോ മാർക്ക് കൊടുക്കുമ്പോൾ കാണുന്ന ആ ഒരു രൂപം. ഇനി ബാക്കിയുള്ള ഹർഫുകളുടെയൊക്കെ മഖ്റജുകൾ നമ്മൾ എന്താവാനുണ്ട്? കാണാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ശബ്ദത്തെ ഇൻഷാ അല്ലാഹ് പുറപ്പെടുവിക്കാനുമുള്ള അവസരം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഖാഫ്, കാഫ്, ഇതിൻ്റെയൊക്കെ മഖ്റജാണ്. ഖാഫ്, കാഫ്. നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും, നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കുമാണ് ഖാഫിൻ്റെ മഖ്റജ്. അപ്പോൾ ഈ മേലെ അണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണാം. നോക്കിയേ, ഇതാണ് നമ്മുടെ വായ തുറന്ന് കാണുമ്പോൾ അതിനുള്ളിലുണ്ടാകുന്ന ആ അവസ്ഥ അല്ലേ? ഇനി നാവിൻ്റെ മുരട്, മുരട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, അങ്ങ് ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഇത് നാവിൻ്റെ തലഭാഗം, അത് മുരട്. നാവിനെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളാക്കിയിട്ട് മഖ്റജ് ഇൻഷാ അല്ലാഹ് വഴിയെ കാണിക്കുന്നുണ്ട്. നോക്കിയേ, നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെയും കാണിക്കുന്ന ഒരു ഫോട്ടോ നോക്കി. ഇങ്ങനെയൊക്കെയാണ്. ഇനി നോക്കിയേ, പല്ലുകളെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് പല്ലുകളുടെ വ്യത്യസ്തമായ പേര്. നമ്മൾ മുൻപല്ല് അല്ലേ, ചിരിപ്പല്ല്, അണപ്പല്ല്, തേറ്റപ്പല്ല്, കൂട്ടുപല്ല് എന്നൊക്കെ നമ്മളിങ്ങനെ മലയാളത്തിലും ഒക്കെ പറയുന്ന പല്ലുകൾ. ആ പല്ലുകളുടെ പിക്ചറും ജസ്റ്റ് ഒന്ന് കാണാം. ഇൻഷാ അല്ലാഹ് ഓരോ അക്ഷരം വരുമ്പോഴും അതിൻ്റെ മഖ്റജുമായി ബന്ധപ്പെട്ട് നമുക്കത് പഠിക്കാം. അപ്പോൾ വായയുടെ ഉൾഭാഗം നമ്മളൊന്ന് കണ്ടു. നാവ്, പല്ല്, മേലെ അണ്ണാക്ക്, അതിൻ്റെയൊക്കെ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ തുറന്നു വെച്ചപ്പോൾ ഉൾഭാഗം ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇനി ഖാഫ് ആണ് നമ്മൾ പഠിക്കുന്ന അക്ഷരം. ഖാഫ്, ഖാഫ്. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. ഖാഫ്, ഖാഫ്. എങ്ങനെയാ? ഖാഫ്. നാവിൻ്റെ മുരട് മീൻസ് പറഞ്ഞല്ലോ, അത് മേലെ അണ്ണാക്കിലേക്ക്, മേലെ അണ്ണാക്കിലേക്ക് തട്ടിയിട്ട് അകലുമ്പോൾ ആണ് ശബ്ദം ഉണ്ടാകുന്നത്. നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് തട്ടുമ്പോഴല്ല, തട്ടിയിട്ട് അകലുമ്പോൾ. നോക്കിയേ, ശബ്ദം ഉണ്ടാവുക എന്ന് പറഞ്ഞാലേ, ഓക്കെ, ശബ്ദം ഉണ്ടാവുക എന്ന് പറയുന്നത് രണ്ട് സാധനങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ മാത്രമല്ല. നോക്കിയേ, ഇപ്പോൾ ഈ കൈ തമ്മിൽ ടച്ചായപ്പോൾ ശബ്ദം ഉണ്ടായി അല്ലേ? ചിലപ്പോൾ ഈ കൂട്ടിമുട്ടലുണ്ടാകുമ്പോഴല്ല, ഇത് രണ്ടും പിരിയുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. തട്ടുമ്പോഴല്ല, പിരിയുമ്പോൾ. ഈ പിക്ചർ നോക്കിയാൽ വേഗം മനസ്സിലാവും നിങ്ങൾക്ക്. നോക്കിയേ, ഒരു വടി, ആ വടി പൊട്ടിക്കുമ്പോഴാണ് ശബ്ദം അല്ലേ? അതിൻ്റെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഒരു പേപ്പർ നോക്കി കീറുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുന്നത്. ഒരു ചുറ്റിക കൊണ്ട് അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുന്നു. അപ്പോൾ രണ്ടെണ്ണം ടച്ചാകുമ്പോഴും ഈ ടച്ചിങ് വിടുമ്പോഴും എന്താവുന്നുണ്ട്? ശബ്ദം ഉണ്ടാകുന്നത്. വേറെയും പല രൂപത്തിലും ശബ്ദം ഉണ്ടാവുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിൽ തട്ടി വിടുമ്പോഴാണ് നോക്കി ഓക്കെ ആണല്ലോ. ഇനി നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും തമ്മിൽ തട്ടുന്ന ആ ഒരു ഭാഗം നോക്കി, കാണുന്നില്ലേ? നാവിൻ്റെ മുരട്, അതായത് ആ ചുവന്ന ഭാഗം, അതാണ് നാവ്. അത് മേലെ അണ്ണാക്കിലേക്ക് തട്ടി അകലുമ്പോൾ ഇതാണ് ഖാഫിൻ്റെ മഖ്റജ്. നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും. ഇനി വേറെ നോക്കി, തൊട്ടടുത്ത് കാഫ്. കാഫ് എന്ന് പറയുമ്പോഴേ
നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും ആണല്ലോ. സ്വല്പം താഴെ എന്ന് പറയുമ്പോൾ നോക്കണേ, ഹൽക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ താഴെ എന്ന് പറഞ്ഞാൽ ഹൽക്കിൻ്റെ മേലെ അറ്റം, നടു, താഴെ എന്ന് പറയുമ്പോൾ വല്ലാതെ ഇങ്ങോട്ട് പോകണ്ടട്ടാ. ഖാഫ് മുതൽ താഴെ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. ഈ പിക്ചർ നോക്കി, ഇതാണ് കാഫിൻ്റെ മഖ്റജ്. നോക്കിയേ, ഇത് ഖാഫ്, ഇത് കാഫ്, രണ്ടും ആ ചുവന്ന, അതായത് നാവ് തട്ടിയ സ്ഥലം നോക്കിയേ അല്ലേ. ഖാഫ് ഒന്നുകൂടെ മുരട് ഭാഗത്തേക്കാണ്, കാഫ് കുറച്ച് ഇങ്ങോട്ടാണ്. അല്ലേ, ഖ പറഞ്ഞു നോക്കി എല്ലാവരും. അല്ലേ, കഴിഞ്ഞ ഒന്നാമത്തെ ബാച്ചിൽ ഈ മഖ്റജിയുടെ ക്ലാസ്സുകളെടുത്ത് കഴിഞ്ഞപ്പോഴേ കുറേ ആളുകൾ ഈ കാണിച്ചു തരുന്ന പിക്ചർ അതേപോലെ വരച്ചിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു. അത് കാണണം നിങ്ങൾക്ക്? ഇല്ല, അത് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഇവിടെ ഈ പിക്ചർ നോക്കിയിട്ട് അതേപോലെ കളർ ചെയ്തിട്ട് വരച്ചത് ഞാൻ അടുത്ത ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ കാണിച്ചു തരാം. അത് ഒരു സഹോദരി വരച്ച് അതേപോലെ സെയിം. അപ്പം അങ്ങനെയൊക്കെ അധ്വാനിച്ച് ഖുർആനിൻ്റെ ഖിദ്മ ചെയ്ത ആളുകളുണ്ട്. ഇപ്പോഴും അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ, ഒരുപാട് നോട്ട്സ്, ചില ആളുകളുടെയൊക്കെ ഒരു ഡയറി കഴിഞ്ഞ് രണ്ടാമത്തെ ഡയറിയിലേക്ക് എത്തിയിട്ടുണ്ട്. നന്നായി അധ്വാനിക്കുന്നുണ്ട് ആളുകൾ. അൽഹംദുലില്ലാഹ് അധ്വാനിക്കുന്ന തദ്രീബുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുന്ന, നമ്മൾ അധ്വാനിക്കുന്ന, നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഇബാദത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കും. അല്ലാഹു അതിൻ്റെ പൂർണ്ണ പ്രതിഫലം നമുക്കെല്ലാവർക്കും തരട്ടെ. പറഞ്ഞു വന്നത് ഖാഫ് കാഫ്, ഖാഫ് കാഫ് രണ്ടിൻ്റെയും മഖ്റജിൻ്റെ ഒരു ചിത്രം കിട്ടിയല്ലോ. ഇനി ഖ 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 ഖ. ഇൻഷാ അല്ലാഹ് ഇടയ്ക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്നാൽ നമുക്ക് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇവിടുന്ന് നിർദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ നിശ്ചിത ഭാഗം ഓതി അയച്ചു തരാനും അതിലെ അക്ഷരങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കി അത് ഓരോരുത്തർക്കായി കൃത്യമായി തിരുത്തിത്തരാനും ഒക്കെയുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഉണ്ട്. ഓക്കെ, അത് ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇനി ശരിയാണോ ഇല്ലേ എന്ന കൺഫ്യൂഷനോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഉണ്ട്. ഒന്നാമത്തെ ബാച്ചിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ, ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ ക്ലാസ്സിലുണ്ട്. പുതിയ ആളുകൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ബാച്ചിലുണ്ടായിരുന്ന 2700 ചില്ലാനം ആളുകൾ അവർ ഇവിടുന്ന് നിർദ്ദേശിച്ച നിശ്ചിത ഭാഗം ഓതി വാട്സപ്പിലൂടെ ഓതി തന്ന് വളരെ ക്ലിയറായി അൽഹംദുലില്ലാഹ് അതൊക്കെ പരിശോധിച്ച് ഓരോന്നും പരിശോധിച്ച് അതിലേതെങ്കിലും അക്ഷരങ്ങൾക്ക് തെറ്റുകളുണ്ടെങ്കിൽ അതിൻ്റെ ഉച്ചാരണം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് ക്ലിയറാക്കി ശരിയാക്കിയിട്ടാണ് കഴിഞ്ഞ തവണയൊക്കെ എല്ലാ ആളുകൾക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അപ്പോൾ ഈ ഇടയ്ക്ക് പറയാനുള്ളത്, ഈ കോഴ്സ് ചുമ്മാ വെറുതെ ഒരു കോഴ്സല്ല. ഇത് വിശുദ്ധ ഖുർആൻ നന്നായി ഓതി പഠിച്ചതിനു ശേഷം എൻ്റെ ഓത്ത് ക്ലിയറാണോ, അടിവരണം, എൻ്റെ ഓത്ത് ക്ലിയറാണോ, എൻ്റെത് കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് ഓതിത്തന്ന് ക്ലിയറാക്കി പരിശോധിച്ച് എല്ലാറ്റിനും ഇൻഷാ അല്ലാഹ് ഇവിടെ അവസരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാണ്. നിങ്ങളും ദുആ ചെയ്താൽ മതി. ഓക്കെ, അതിന് പറയും ലാസ്റ്റ് ഇൻഷാ അല്ലാഹ്. പറഞ്ഞു വന്നത്, ഇന്നിപ്പോൾ നമ്മൾ 2 അക്ഷരങ്ങളുടെ മഖ്റജാണ് കണ്ടത്. ഖാഫ് കാഫ്. ഖാഫ് കാഫ് നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും ആണ് ഖാഫ്. അതിൻ്റെ സ്വല്പം താഴെയാണ് കാഫ്. ടച്ചാകുന്ന ഭാഗം കണ്ടല്ലോ. ജസ്റ്റ് ഒന്നും കൂടെ സ്ക്രീനിൽ നോക്കിയേ. ഖാഫും കാഫും ഒരുമിച്ച് നോക്കിയേ. നാവിൻ്റെ മുരട് ഭാഗം മേലെ അണ്ണാക്കിലേക്ക് തട്ടുന്ന ഭാഗം നോക്കിയേ. ഖാഫിൽ, അതുപോലെ കാഫിൽ അല്ലേ.
ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 2 അക്ഷരങ്ങൾ അങ്ങനെ എല്ലാ അക്ഷരങ്ങളെയും പിക്ചർ കണ്ട് എഴുതുന്ന വരയ്ക്കുന്ന ആളുകൾക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇനിയും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അവരൊക്കെ അത് അയച്ചു തരണം. എന്നിട്ട് നമുക്ക് സ്ക്രീനിലൊക്കെ ഒന്ന് കാണിച്ച് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യാണ്. നമ്മൾ ഇന്ന് 73ാമത്തെ ക്ലാസ്സാണ്. 2 അക്ഷരങ്ങളുടെ മഖ്റജുകൾ നമ്മൾ കണ്ടു, കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് അല്പം ഓതാം. സൂറത്തുൽ അഅറാഫ് 168ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഓതാനുള്ളത്. തുടങ്ങല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقطعناهم في الأرض أمما منهم الصالحون ومنهم دون ذلك وبلوناهم بالحسنات والسيئات لعلهم يرجعون. فخلف من بعدهم خلف ورثوا الكتاب يأخذون عرض هذا الأدنى ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذوه. ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه والدار الآخرة خير للذين يتقون أفلا تعقلون. والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين. أوكي. وقطعناهم في الأرض أمما أوكي. وقطعناهم في الأرض أمما منهم الصالحون ومنهم دون ذلك. منهم الصالحون ومنهم دون ذلك وبلوناهم بالحسنات والسيئات لعلهم يرجعون. وبلوناهم بالحسنات والسيئات لعلهم يرجعون. فخلف من بعدهم خلف ورثوا الكتاب يأخذون عرض هذا الأدنى. فخلف من بعدهم خلف ورثوا الكتاب يأخذون عرض هذا الأدنى ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذوه. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് وإن يأتيهم ഇല്ല, عرض مثله يأخذوه. ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه والدار الآخرة خير للذين يتقون. والدار الآخرة خير للذين يتقون أفلا تعقلون.
أفلا تعقلون والذين يمسكون بالكتاب وأقاموا الصلاة والذين يمسكون ആയത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് ഓതിയാലോ والذين يمسكون بالكتاب وأقاموا الصلاة ആരോ അവിടെ നിർത്തിയപ്പോൾ وأقاموا الصلاة ഒറ്റ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലേ ത രണ്ട് രൂപത്തിലുണ്ട്. ഇങ്ങനെയുള്ള ഈ റൗണ്ട് താണ്ടല്ലോ ഹാത്ത എന്ന് പറയുന്ന ത മർബൂത്ത, അതിൽ നിർത്തുമ്പോൾ ഹാ ഇലാണ് ഉണ്ടാവുക. രണ്ടു തരത്തിൽ ത വരും, അത് ഹാത്ത ബ ആയി വരും. ഹാത്ത ഇൽ നിർത്തുമ്പോൾ ത ഇൻ സ്വരമൊരു ഹ ആയി മാറി വരും. നമ്മൾ പാടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആരോ ഒരാൾക്കോ രണ്ടാൾക്കോ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എല്ലാവരും ഒന്നാതെ പറഞ്ഞേ. ഇന്നാ ലാ നുളീഉ അജ്റൽ മുസ്ലിഹീൻ. ഇന്നാ ലാ നുളീഉ അജ്റൽ മുസ്ലിഹീൻ. ഓക്കെ, ബാക്കി وإذ نتقنا الجبل فوقهم كأنه ظلة وظنوا أنه واقع بهم خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون فإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين أو تقولوا إنما أشرك آباؤنا من قبل وكنا ذرية من بعدهم أفتهلكنا بما فعل المبطلون وكذلك نفصل الآيات ولعلهم يرجعون. നോക്കണേ. وإذ نتقنا الجبل فوقهم كأنه ظلة وظنوا وإذ نتقنا الجبل وإذ نتقنا ഖാഫിൻ്റെ ഖൽഖല ശ്രദ്ധിക്കണം. وإذ نتقنا പറ്റില്ല. وإذ نتقنا എന്ന് വെച്ചിട്ട് وإذ എന്നത് وإذ ചില ആളുകളുണ്ട് അങ്ങനെ ഒരു പറച്ചിൽ. وإذ نتقنا وإذ ഏത് അപ്പോൾ അത് ശ്രദ്ധിക്കണം. സിഫാത്ത് നമ്മൾ നന്നായി ഇൻഷാ അല്ലാഹ് പഠിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നല്ലൊരു ശതമാനം സമയം നമ്മൾ തജ്വീദിൻ്റെ ഖായിദകൾ അങ്ങനെ ചൊല്ലിയും കണ്ടും കേട്ടൊക്കെ പഠിക്കാനാണ് ഉണ്ടാവുക. ഓക്കെ. وإذ نتقنا الجبل فوقهم كأنه ظلة وظنوا ظلة ظنوا ശ്രദ്ധിക്കണം. وظنوا أنه واقع بهم خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. തത്തക്കൂന ചായൊക്കെ തത്തമ്മയായിട്ട് തത്തക്കൂനാവൂല്ലല്ലോ. ഇല്ല, ഇനി അത് പറയേണ്ട ആവശ്യമില്ല അല്ലേ. പഠിക്കുന്നുണ്ട് നമ്മൾ.
وإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم وإذ أخذ നേരത്തെ പറഞ്ഞതുപോലെ ഇല്ല. റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ഇഖ്ഫ മറക്കണ്ട ട്ടാ. ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. അലമുൽ അർവാഹിൽ വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു സംഭവം. നമ്മളെല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആലാൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലേ? അപ്പോഴോ ഖാലൂ ബല, അതെ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവമൊക്കെ നേരത്തെ ആലമുൽ അർവാഹ് എന്നാ പറയാം, അവിടെ വെച്ച് നടന്നു പോന്നിട്ടുണ്ട്. അതാണ് ഈ പറയുന്നത്. നോക്കി, അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബല ഷഹിദ്നാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ചില മുസ്ഹഫുകളിലൊക്കെ ഇവിടെ ഈ മുആനഖയുടെ ചിഹ്നമുണ്ട്. അതായത് 3 നുഖ്തകൾ അല്ലേ, പുള്ളികൾ. അവിടെ എന്താണ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അൽ ബഖറ സൂറത്തിൻ്റെ തുടക്കം, ദാലിക്കൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. നിർത്തുകയാണെങ്കിൽ ഒരിടത്തെ നിർത്താവൂ എന്നാണ് പറഞ്ഞത്. 2 സ്ഥലത്തും നിർത്തണമെന്നല്ല, നിർത്താതെയോ അതാ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിർത്തിയാൽ ഒരിടത്തെ പറ്റൂന്ന്. അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ അല്ലേ? ഔ തഖൂലൂ ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വകുന്നാ. ഓക്കേ, ഇവിടെ എത്ര മദ് വന്നു? ഔ തഖൂലൂ ഇന്നമാ അശ്റക ആബാഉനാ. 3 മദ്ദുകൾ വന്നില്ലേ? മദ് 2 മുൻഫസിൽ, 1 മുത്തസിൽ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിക്കും. എന്താണെങ്കിലും മദ്ദിൻ്റെ ചിഹ്നം ഇപ്പം ഇത്രേ പറയാനുള്ളത്. ഏത്? മദ്ദിൻ ചിഹ്നം കണ്ടാലൊത്തിരി നീട്ടുക കുട്ടികളെ, മടി കാണിക്കരുതവിടം നീട്ടാൻ ഖുർആനാണെന്നോർത്തിടണേ. കുട്ടികളോടാണ് പറഞ്ഞത്. ഓക്കെ. വകുന്നാ ദുർരിയതം മിൻ ബഅദിഹിം ലേ അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ ലേ വകദാലിക നുഫസ്സിലുൽ ആയാതി വലഅല്ലഹും യർജിഊൻ. എങ്ങനെ? وكذلك نفصل الآيات ولعلهم يرجعون. കുറച്ചുകൂടെ അല്ലേ? واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين. ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا فاقصص القصص لعلهم يتفكرون. ساء مثلا القوم الذين كذبوا بآياتنا وأنفسهم كانوا يظلمون. من يهد الله فهو المهتدي ومن يضلل فأولئك هم الخاسرون. صدق الله العظيم.
واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض ولكنه أخلد إلى الأرض واتبع هواه أما أترون أوديكي واتبع هواه أوديكي നോക്കിയേ ശ്രദ്ധിക്കണം, ഐൻ ശ്രദ്ധിക്കണം. പിന്നെ ഹവാ, ഈ ഐനിൻ്റെ അടുത്ത് തന്നെ ഹാവ് വന്ന് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ രണ്ടും ഹ ആവും, അല്ലെങ്കിൽ രണ്ട് ഐനാകും, അല്ലെങ്കിൽ ഹംസ ആകും, എന്തോ ആകും. എന്താ ആവുന്നത് എന്ന് ആവുന്നവർക്കറിയാം അല്ലേ? അപ്പം ആവേണ്ടത് എങ്ങനെയാ നോക്കി, ഇനി കുറച്ച് സ്പീഡിൽ പറഞ്ഞേക്ക്, പറഞ്ഞു നോക്കി. ഇല്ലല്ലോ, പറയണില്ലല്ലോ, കുറേ ആളുകൾ പറയണില്ല, വെറുതെ ആണോ? അല്ലല്ല, എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെയുള്ള ഇങ്ങനെ പ്രയാസകരമെന്ന് തോന്നുന്ന ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ വേർഡ് മാത്രം ഇങ്ങനെ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം? പരിശീലിക്കണം കേട്ടോ. എന്നാലേ പെട്ടെന്ന് ഓതുമ്പോഴേ നോക്കി ബാക്കി. فَمَثَلُهُ كَمَثَلِ الْكَلْبِ إِن تَحْمِلْ عَلَيْهِ നോക്കി. فَمَثَلُهُ كَمَثَلِ الْكَلْبِ إِن تَحْمِلْ عَلَيْهِ ഇനി ശ്രദ്ധിക്കണം. യൽഹസ്, എങ്ങനെ? യൽഹസ് ഔ തത്റുക്ഹു യൽഹസ്. ചില ആളുകളൊക്കെ തത്റുക്ഹു എന്നുള്ളിടത്ത് എന്തൊക്കെ വരുന്നറിയോ? ഒന്ന് ഹൂനെ നീട്ടും, പാടില്ല. ഔ തത്റുക്ഹു യൽഹസ്, പറ്റില്ല. വേറൊന്ന് തത്റുക് എന്ന കാഫിന് സുക്കൂൻ ആണല്ലുള്ളത്, അത് ദമ്മാക്കും. എന്നിട്ടോ ഔ തത്റുക്ഹു, ഇല്ല. പിന്നെ യൽഹസ് നിർത്താം. ചേർത്തി ഓതുമ്പോൾ എങ്ങനെയാണ് ഓതുക? ഇതേ ഒരാൾ അവിടെ നിർത്താതെ ചേർത്തി ഓതുകയാണ്, എങ്ങനെ ഓതണം? ഇത് നോക്കിയേ, ഈ എഴുതിയത് മാതിരിയാണ് ഓതേണ്ടത്. നോക്കിയേ, ഇങ്ങനെയാണ് ഓതേണ്ടത് ചേർത്തി ഓതുമ്പോൾ. യൽഹസ്സാലിക, ആ സ ഉണ്ടല്ലോ, സ മൂന്ന് പുള്ളിയുള്ള സ, അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ഉണ്ടാവില്ല കേട്ടോ. യൽഹസ്സാലിക. ഓക്കെ. മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബിആയാതിനാ ഫഖ്സുസിൽ ഖസസ. എങ്ങനെ? ഫഖ്സുസിൽ ഖസസ. എത്ര സ്വാദുണ്ട്? 1 2 3 4, അതൊക്കെ സ്വാദന്നെ ആയിരിക്കണം. ഫഖ്സുസിൽ ഖസസ, സസസ പറ്റില്ല, സീനും സ്വാദും ഒന്നും ആവരുത്, സ്വാദാവണം. ഓക്കെ. ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ സാഅ മസലനിൽ ഖൗമുല്ലദീന കസ്സബൂ. അവിടെ ശ്രദ്ധിക്കണം. മസലനിൽ ഖൗമു, ഉസ്താദേ അവിടെ നൂനില്ലല്ലോ. നൂനുണ്ടല്ലോ അല്ലേ? മസലൻ, ലാമിന് തൻവീനാണ്, ഫത്ഹാണ്. തൻവീൻ എന്ന് പറഞ്ഞാൽ ഒരു നൂനാണ്. നമ്മൾ നേരത്തെ കണ്ടുപോന്നിട്ടുണ്ട് അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ, അതിൽ ഇനിയും ഇൻഷാ അല്ലാഹ് കാണും. അപ്പോൾ ആ തൻവീനാകുന്ന നൂനിന് കസ്റ് കൊടുത്തു. കാരണം എന്താ? മസലൻ ലൻ എന്ന തൻവീൻ ഫതഹിന് ശേഷം ഹംസത്തുൽ വസ്ല് വന്നു, തൊട്ടുടനെ സുക്കൂനാണ്. അപ്പോൾ ഇൽതിഖാഉ സാക്കിനൈനി എന്നൊരു പ്രോബ്ലം വരും. അതുണ്ടായിക്കഴിഞ്ഞാൽ ഭാഷാപരമായ പ്രശ്നമാണ്. അപ്പോൾ ചെയ്യേണ്ട പരിഹാരം ആദ്യത്തെ തൻവീനാകുന്ന നൂനിന് കസ്റ് കൊടുത്ത് വായിക്കലാണ്. അപ്പോൾ മസലൻ അൽ ഖൗമു എന്നുള്ളത് മസലനിൽ ഖൗമു എന്നാവണം. അല്ലദീന കസ്സബൂ ബിആയാതിനാ വ അൻഫുസഹും കാനൂ യദ്ലിമൂൻ.
മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി. എങ്ങനെയാ? ഫഹുവൽ മുഹ്തദി. വമൻ യുദ്ലിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സദഖല്ലാഹുൽ അദീം. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ശഅബാനിൻ്റെ പവിത്രമായ ഈ രാപ്പകലുകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിൻ്റെ വിശുദ്ധ കലാമാകുന്ന ഖുർആൻ ഒരുപാട് ഓതാനും പഠിക്കാനും അതേക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും അതിനോട് മഹബ്ബത്ത് വെക്കാനും അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ശഫാഅത്തിൽ ലഭിച്ച് സ്വർഗത്തിലെത്താനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള വലിയ കാരണമായി തദ്രീബ് കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ വിശുദ്ധ റമദാൻ ഇതാ വെളിപ്പാടകലെ ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ശഅബാനിലും റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരാണ്, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിലെ എല്ലാ ഹലാലായ നല്ല ഉദ്ദേശ്യങ്ങളും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. എല്ലാ ഫിത്നകളിൽ നിന്നും ഷർറുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, പ്രത്യേകിച്ച് തദ്രീബ് കുടുംബത്തിലെല്ലാവരെയും അവരെ അഹലുകാരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സാമ്പത്തിക ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും അവരുടെ തണലിൽ സാധുക്കളായ ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം കുടുംബങ്ങളോടൊന്നിച്ച് ഉസ്താദുമാരോടൊപ്പം ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.